ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത് 2014 മോഡൽ സെലേറിയോ ഓട്ടോമാറ്റിക് VXI ആണ്. VXI ഓട്ടോമാറ്റിക് സെലേറിയോയിൽ വരുന്നത് 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. പിന്നെ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, കമ്പനി സ്റ്റീരിയോ വരുന്നില്ല. കമ്പനി സ്റ്റീരിയോയ്ക്ക് പകരം നോർമൽ ആഡഡ് ആയിട്ടുള്ളൊരു സ്റ്റീരിയോ ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ തൊട്ട് മോഡൽ ZXIലും ബാക്കി VXIയുടെ തന്നെ ഓപ്ഷണൽ എന്നുള്ള 2015 ശേഷം ഇറങ്ങിയ മോഡലിലൊക്കെ കമ്പനി സ്റ്റീരിയോയും കൂടി ആഡായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെലേറിയോയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗങ്ങൾ, ഏതെല്ലാം ഭാഗത്ത് സ്ക്രാച്ചസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഈ വണ്ടിയുടെ ലാസ്റ്റ് സർവീസ് ചെയ്തിരിക്കുന്നത് 75,000 കിലോമീറ്ററിൽ മേജർ സർവീസ് ഷോറൂമിൽ ചെയ്തിട്ടുണ്ട്. അതിന് തന്നെ ഏകദേശം 8,000 റുപ്പീസിൻ്റെ സർവീസ് വർക്കുകൾ, ബെൽറ്റുകൾ കാര്യങ്ങൾ പോലുള്ള റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അറ്റ് പ്രസൻറ്റ് കണ്ടീഷനിൽ വണ്ടി ഗുഡ് ക്വാളിറ്റിയാണ്. പക്ഷേ ബമ്പറിൻ്റെ ഭാഗത്തും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് വണ്ടിയിൽ കാണാൻ പറ്റും. ഈ മോഡൽ സെലേറിയോയ്ക്ക് മാർക്കറ്റ് പ്രൈസ് വരുന്നത് ഏകദേശം 2014 മോഡൽ സെലേറിയോ VXIക്ക് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 3,40,000 രൂപയ്ക്ക് മുകളിലാണ്. 3,50,000 രൂപയ്ക്കുള്ളിൽ 2014 മോഡൽ വാങ്ങിക്കാൻ കിട്ടും. 2015 ആ മോഡലൊക്കെ വരുമ്പോഴേക്കും 3,75,000 രൂപ ആ റേഞ്ചിലേക്ക് വരും. നമ്മളിപ്പോൾ OLXലൊക്കെ OLXാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന ഒരു യൂസ്ഡ് കാർ സെർച്ച് ചെയ്യുന്ന ഒരു മാർക്കറ്റ് പ്രൈസ് എന്നുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് വാല്യൂ കാണുമ്പോൾ എല്ലാത്തിനും 4 lakhന് എബോവ് കാണും. പക്ഷേ അത്രയും വാല്യൂ ഒന്നുമില്ല. ബേസ് മാർക്കറ്റ് വാല്യൂ എന്നുള്ളത് എപ്പോഴും 3.25 ലക്ഷം രൂപയാണ് ബേസ് മാർക്കറ്റ് വാല്യൂ എന്നുള്ളത്. ശരിക്കും ഈ ഒരു വണ്ടി ആ ഒരു സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മാത്രമല്ല സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് എന്നുള്ളത് 3,25,000 രൂപയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഓരോ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉള്ളത്. നല്ല ബമ്പറിൽ നമുക്ക് ഡീപ്പായിട്ട് നോക്കാൻ നേരത്ത് ഈ ഒരു സൈഡിലായിട്ട് വളരെ ചെറുതായിട്ടുള്ള കുറച്ച് സ്ക്രാച്ചസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹെഡ് ലാംപ്സ്, ഫ്രണ്ട് ഗ്രില്ല് കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ്ലി ആ ഒരു ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും സംഭവിക്കാത്ത നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ബമ്പറിൻ്റെ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം സ്ക്രാച്ചസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വണ്ടിയുടെ ടയർ കണ്ടീഷൻ പറയുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 50% എബോവ്, ഒരു 60% ഒക്കെ 4 ടയറിൻ്റെ കണ്ടീഷനും, 4ഉം ഒരേപോലത്തെ ടയേഴ്സാണ്. ബോഡിയിൽ വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ഫ്ലീറ്റ്സ്, അതായത് ഈ ഒരു ഭാഗത്തൊക്കെ വളരെ ചെറിയ രീതിയിലുള്ള ഡെൻറ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ചെറിയ രീതിയിലുള്ള ഡെൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിലെ ബോഡിയിൽ എടുത്ത് പറയാൻ പറ്റുന്ന ഡെൻറ്റുകൾ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ജസ്റ്റ് നമുക്ക് അത്രയും ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ബ്രേക്ക് ലൈറ്റ്, ആ ഒരു ടെയിൽ ലാംപ്സ് കാര്യങ്ങളുടെയൊക്കെ ക്വാളിറ്റി ബെറ്റർ ക്വാളിറ്റി തന്നെയാണ്, നല്ല ക്വാളിറ്റി തന്നെയാണ്. ബാക്ക് ബമ്പറിൽ മേജറായിട്ടുള്ള സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും തന്നെ ബാക്ക് ബമ്പർ സൈഡിലൊന്നും കാണാനില്ല. അതുപോലെ തന്നെ ബൂട്ട് ഡോർ ആണെന്നുണ്ടെങ്കിലും മേജറായിട്ടുള്ള ഡെൻറ്റോ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഒരു ടെയിൽ ലാമ്പാണെങ്കിലും ഈ ഒരു ടെയിൽ ലാമ്പും ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. ഈ ബമ്പറിൽ ബാക്ക് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയൊരു സ്ക്രാച്ചാണ് നമ്മൾ ഇത്രയും ഡീപ്പായിട്ട് കാണിക്കണമെന്നുള്ളൂ. അപ്പോൾ ആ ഒരു സ്ക്രാച്ച് ബാക്ക് ബമ്പറിൻ്റെ സൈഡിലുണ്ട്. ഈ ഒരു ടയർ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടയർ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 ടയറും ഏകദേശം 60% എബോവ് കണ്ടീഷനുള്ള അപ്പോളോടെ ഗുഡ് ക്വാളിറ്റി ടയേഴ്സ് തന്നെയാണ് ബോഡിയിൽ. പിന്നെ എടുത്ത് പറയത്തക്ക ഒരു ഡെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് ഡോറിൽ വരുന്ന ഈ ഒരു വളരെ മൈനറായിട്ടുള്ള ഈ ഒരു സ്ക്രാച്ച് ആണ്. ശരിക്കും ഒരു പോളിഷ് വർക്കിൽ തീരാവുന്ന സ്ക്രാച്ചസാണ് ഇതിനകത്തുള്ള 90%. പിന്നെയുള്ള 2 മേജർ സ്ക്രാച്ചസ് ബമ്പറിലുള്ളത് അത് ടച്ച് ചെയ്യേണ്ടി വരും. ബാക്കി എവിടെയും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി നല്ല ഗുഡ് ക്വാളിറ്റിയാണ്. എയർ ബാഗ്സ് ഒന്നും ഈ മോഡലിൽ വരുന്നില്ല. പൈനിയറിൻ്റെ നല്ല ക്വാളിറ്റിയുള്ളൊരു മ്യൂസിക് സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ AC നല്ല പെർഫെക്റ്റ് കൂളിംഗ് ആണ്. AMT ഗിയർ ബോക്സിൻ്റെ ആ ഒരു ഗിയർ ലിവറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഡാഷ്ബോർഡിൽ വേറെ ക്രാക്കുകളോ കാര്യങ്ങളൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. സ്റ്റിയറിംഗ് വീൽസ് ആണെന്നുണ്ടെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ്സ് പറയുവാണെങ്കിൽ സീറ്റ് കമ്പനി സീറ്റാണ്. കമ്പനി വന്നപ്പോൾ ആ ഒരു സീറ്റ് തന്നെയാണ്. കാര്യമായിട്ടുള്ള ആ ഒരു അഴുക്കുകൾ കാര്യങ്ങളൊന്നുമില്ല സീറ്റിൽ. ബട്ട് നമുക്കൊരു സീറ്റ് കവർ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടിയും ബെറ്റർ ആയിരിക്കും. കാരണം ആ ഒരു യൂസ് ചെയ്തതിൻ്റെ ആ ഒരു ചെറിയ കറകളും കാര്യങ്ങളൊക്കെ സീറ്റിലുണ്ട്. മേജറായിട്ടുള്ള സീറ്റ് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ല. 4 ഡോർ പവർ വിൻഡോൻ്റെ സ്വിച്ചുകൾ കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡോർ പാഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെറിയ വളരെ മൈനറായിട്ടുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളും ആ ഒരു കളറ് ഫെയ്ഡായിട്ടുള്ളൊരു ചെറിയ രീതിയിലുള്ള മങ്ങലും കാര്യങ്ങളൊക്കെ ഒഴിച്ചാൽ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പക്കയായിട്ട് തന്നെ ഉണ്ട്. ബാക്ക് സീറ്റും ഏകദേശം ആ ഒരു ഫ്രണ്ട് സീറ്റിൻ്റെ കണ്ടീഷൻ തന്നെ. സീറ്റ് കവേഴ്സ് ആഡ് ചെയ്യാണ്ട് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്.
ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ള സസ്പെൻഷൻ ഭാഗത്തു നിന്നുള്ള ജർക്കിംഗ് നോയ്സുകളോ കാര്യങ്ങളൊന്നുമില്ല. എൻജിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. ബാക്കി സർവീസ് വർക്കൊക്കെ റീസെൻ്റ്ലി സർവീസ്ഡ് ആയിട്ടുള്ള വണ്ടിയാണ്. പിന്നെ ജസ്റ്റ് മാർക്കറ്റ് പ്രൈസാണ്, ബേസ് മാർക്കറ്റ് വാല്യൂ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ വില പറയുന്നത്. കാരണം ഈ ഒരു വണ്ടിക്ക് ആ ഒരു ബമ്പറിൽ വരുന്ന ടച്ചിങ്സും ഒരു ഇൻറ്റീരിയർ വാഷ് പോളിഷ് എല്ലാം കൂടി കൂടിയിട്ടൊരു ഏകദേശം ഒരു എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെർഫെക്റ്റ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ അറ്റ്മോസ്റ്റ് ഏറ്റവും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10,000 റുപ്പീസിൻ്റെ ഉള്ളിലുള്ള വർക്കുകൾ ആണ് ഈ വണ്ടിക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസും എല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നുണ്ട്. മറക്കാതെ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ നോക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കയ്യിൽ വരുന്ന എല്ലാ വണ്ടികളുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വീഡിയോസും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. റൂഫ് നോക്കുകയാണെങ്കിൽ റൂഫിൽ ഡെൻറ്റുകൾ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ വിൻഷീൽഡും ക്ലിയറാണ്. അതുപോലെ തന്നെ ബോണറ്റിലും മേജറായിട്ടുള്ള സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല. ബോണറ്റിൻ്റെ ഓവറോൾ ഷേപ്പും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ വണ്ടിയുടെ നമ്മൾ വാക്ക് അറൗണ്ട് വ്യൂ പറഞ്ഞു പോകുമ്പോൾ ഇൻ കേസ് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ഡെൻറ്റുകളോ ചെറിയ സ്ക്രാച്ചുകളോ എല്ലാം തന്നെ ആ വാട്സപ്പിൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്ന ഫോട്ടോസിൽ ക്ലിയർ ആയിട്ട് എല്ലാ ഭാഗത്തിൻ്റെയും ഫോട്ടോസ് തന്നെ ക്വാളിറ്റി തന്നെ ഇടുന്നത്. അപ്പോൾ സൂം ചെയ്ത് നോക്കി അറിയാൻ പറ്റും. ചിലപ്പോൾ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ നമ്മൾ വിട്ടു പോകാറുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഒരു വണ്ടി കൊടുത്ത കസ്റ്റമർക്ക് 1-2 സ്ക്രാച്ചസ് നമ്മൾ വിട്ടുപോയത് എടുത്ത് പറഞ്ഞിട്ട് നമുക്ക് റിപ്ലേസിങ് കിട്ടായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള കംപ്ലയിൻറ്റ്സ് പോലും ഇനി ഉണ്ടാവാതിരിക്കാനാണ് മുൻകൂർ പറയുന്നത്. വണ്ടിയുടെ വീഡിയോസും ഫോട്ടോസും അപ്ലോഡ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോയും മാത്രമല്ല ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യങ്ങളെല്ലാം മിസ്മാച്ചിങ് ഉണ്ടോ, നമ്മൾ പറയുന്നതുമായിട്ട് എന്തെങ്കിലും മിസ്മാച്ചിങ് ഉണ്ടെന്നുള്ളത് നിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടി ഒരു ചെക്കിങ് ഉണ്ടാവണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.